ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ഇന്ന് ആശംസിക്കുന്നു. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഈ ദിവസം ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും അനുഭവിക്കാനുള്ള ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ വലിയ സ്നേഹം, വലിയ കരുതൽ അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പാപിനിയായ സ്ത്രീയെയും യേശുവിനെയും കാണുന്നുണ്ട്. യേശു ആ സഹോദരൻ പറയുന്നു, നിന്നെ ആരും വിധിച്ചില്ലല്ലോ, ഞാനും വിധിക്കുന്നില്ല, സമാധാനത്തെ പൊയ്ക്കൊള്ളാൻ. പ്രിയമുള്ളവരെ, ആ മകൾ ചെയ്ത പാപം എന്ന് പറയുന്നത് മരണകരമായൊരു പാപമാണ്. ആ മകളെ ഈശോ വിധിക്കുന്നില്ല, മറിച്ച് ആ മകളെ ചേർത്ത് വച്ച് സ്നേഹിക്കുകയും തമ്പുരാൻ്റെ വലിയ കരുണ ആ മകളോട് കാണിക്കുകയും ആ മകളോട് എന്നേക്കുമായി ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. വീണ്ടും ഒരു പടി കൂടി കടക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്ക പോലും ചെയ്യില്ല എന്ന്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം, ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യം, ഇതാണ് ദൈവത്തിൻ്റെ കരുണ. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, ഈ ദിവസം നമുക്കും ഈ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്താ പറയുന്നത്? പാപങ്ങൾ ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിലും നീ ചെയ്ത പാപങ്ങൾ ഒരിക്കലും ഞാൻ ഓർക്കത്ത് പോലുമില്ല എന്ന്. എന്തോരു സ്നേഹമാണ് ദൈവം നമ്മോട് ചൊരിയുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് ഇതുപോലെ സ്നേഹം ചൊരിയുന്നുവെങ്കിൽ, നമ്മെ ചേർത്ത് വയ്ക്കുമെങ്കിൽ, നമുക്കിന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കേണ്ടത്, ഇതുപോലെ നമ്മുടെ മനസ്സിൽ ചില വ്യക്തികളുണ്ടാകാം, ചില സംഭവങ്ങളുണ്ടാവാം, ചില പ്രവൃത്തി ഉണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട മക്കളോട് നമുക്കിങ്ങനെ പറയാൻ സാധിക്കണം, യേശു ക്ഷമിച്ചതുപോലെ, യേശു സ്നേഹിച്ചതുപോലെ നമുക്കും അവരെ സ്നേഹിക്കാൻ സാധിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മറക്കരുത്, തമ്പുരാൻ എന്താ പറയുന്നത്? ഓർക്ക് പോലുമില്ല. അത് നമുക്ക് എളുപ്പമൊന്നുമല്ല. നമ്മളെ മുറിപ്പെടുത്തിയ വേദനിപ്പിച്ച മക്കളെയൊക്കെ, ആ സംഭവങ്ങളും വ്യക്തികളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുവെങ്കിലും തമ്പുരാനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. തമ്പുരാൻ്റെ പറയാൻ സാധിക്കണം, ദൈവം നിന്നെ പോലെ നിൻ്റെ മനോഭാവം എനിക്കും തരണമേ. ഓർക്കുവാൻ പോലും പറ്റാത്ത തരത്തിൽ അത്രമാത്രം അവരെല്ലാം സ്നേഹിക്കുവാൻ നമുക്കിന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒപ്പം പ്രിയമുള്ളവരെ, ഈ വചനഭാഗം നിങ്ങൾ മറ്റു മക്കളുമായി പങ്കുവെക്കണം, അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. നമുക്ക് ഒരുമിച്ചെന്ന് അനുഗ്രഹം പ്രാപിക്കാം. നീ എങ്ങനെ വചനഭാഗം മറ്റു മക്കളുമായി ഷെയർ ചെയ്യുമ്പോൾ കർത്താവ് നമ്മെ കൂടുതൽ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് നിൻ്റെ സ്നേഹം സ്വന്തമാക്കുവാൻ നീ ആ സഹോദരി പറഞ്ഞ പോലെ, അതുപോലെ യെശയ്യാ പ്രവാചകനോട് വെളിപ്പെടുത്തിയ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കുവാൻ, ഇന്നല്ല ജീവിതത്തിലുടനീളം സംഭവിക്കുവാൻ കർത്താവെ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഈശോയുടെ ആശീർവാദം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും അച്ഛൻ ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.